നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. ഗോപാൽജി എന്താ ഇങ്ങോട്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? നിന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണത്തിന് ഞാൻ മുന്നറിയിപ്പ് തരേണ്ട ആവശ്യമുണ്ടോ? ഗോപാൽജിയെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഇപ്പൊ കിരീട്ടിനോട് ചോദിച്ചതേ ഉള്ളൂ. ഗോപാൽജി ഇത്രത്തോളം ഉപദ്രവിച്ചിട്ടും മഞ്ജുവിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വന്നല്ലോ. അതാണ് ഗോപാൽജിയുടെ വിശാല മനസ്കത. മോളെ, എനിക്ക് പ്രായം കുറയായി. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിന്റെ സഞ്ജുവിന്റെ കാര്യത്തില് നീ ഒരു പ്രതീക്ഷയും വെക്കണ്ട. അതിനുവേണ്ടി നീ വെറുതെ കഷ്ടപ്പെട്ട് ഡയലോഗ് അടിക്കണമെന്നുമില്ല. എവിടെ മണവാട്ടി? അവളെങ്കിലും ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് വാങ്ങിക്കുമെന്ന് നോക്കട്ടെ. ആ, മോളിവിടെ ഉണ്ടായിരുന്നോ? താനെന്തിന് ഇങ്ങോട്ട് വന്നേ? അതെന്തൊരു ചോദ്യമാ മോളെ. നിന്റെ കല്യാണത്തിന് നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നല്ലേ ഞാൻ ചടങ്ങുകൾ നടത്തി തന്നത്. അപ്പൊ പിന്നെ മഹിമയുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെ വേണമല്ലോ. എന്നാര് പറഞ്ഞു? അന്ന് താനാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ തന്റെ കഴുത്തിന് പിടിച്ച് ഞാൻ അമ്പലത്തിന്റെ പുറത്താക്കിയേനെ. എന്റെ കല്യാണത്തിന് വന്ന ആളായതും പോരാഞ്ഞു ഇപ്പൊ തനിക്ക് എന്റെ അനിയത്തിയുടെ കല്യാണത്തിനും കൂടി ഷോ കാണിക്കണോ അല്ലേ? അതും എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്. മഞ്ജു മോളെ, നിനക്ക് എന്നെ കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു നല്ല കാര്യം നടക്കുമ്പോ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നി. അല്ല, അതൊരു തെറ്റായി പോയി മോനെ. ഒരിക്കലുമില്ല ഗോപാൽജി. ഗിരിയേട്ടൻ വിളിച്ചിട്ടാണോ ഇയാൾ ഇങ്ങോട്ട് വന്നത്? അതെ. എന്റെ അച്ഛനെ കൊന്ന ഇയാളെ ഈ കല്യാണം കൂടാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഗിരി, വേണ്ട മോനെ. നിങ്ങൾ തമ്മിൽ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണ്ട. ഞാൻ പോയേക്കാം. അങ്ങനെ ഗോപാൽജി പോവുകയാണെങ്കിൽ ഞാനും ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നില്ല. നീ എന്തൊക്കെയാ മോനി പറയുന്നത്? നീ ഇല്ലാതെ ഈ കല്യാണം എങ്ങനെ നടത്താനാ? നീ മുകുന്ദന്റെ കല്യാണം കൂടാതെ പോവോ? എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. അമ്മേ, അവൻ പോണേം പോട്ടെ. അവനെ മുതലാളി കഴിഞ്ഞിട്ടല്ലേ ബാക്കി എല്ലാവരും ഉള്ളൂ. ഗോപാൽജി കല്യാണം കൂടാൻ വന്നല്ലേ, പിന്നെ എങ്ങനെയാ പറഞ്ഞേക്കുന്നേ? ഇതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടോ? അപ്പൊ ഞങ്ങൾക്കുണ്ടാവുന്ന അപമാനോ? ഇയാളാണ് എന്റെ അച്ഛനെ കൊന്നേന്നറിഞ്ഞിട്ടും ഈ കല്യാണം കൂടാൻ ഞങ്ങൾ ഇയാളെ സമ്മതിക്കണോ? നിനക്ക് തോന്നുന്ന വെറും സംശയങ്ങളുടെ പേരിൽ ഗോപാൽജിയെ നാട്ടുകാരുടെ മുന്നിൽ അപമാനിതനാകാൻ ഞാൻ സമ്മതിക്കില്ല. നീ പറഞ്ഞ ശരിയാ, ഇത് നിന്റെ അനിയത്തിയുടെ വിവാഹമാണ്. ഇവിടെ ആര് വരണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പക്ഷേ ഗോപാൽജിയോട് നീ പോവാൻ പറഞ്ഞ ഞാനും പോവും. അതെ, മഞ്ജുവിന് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ പിന്നെ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ എളുപ്പമാക്കാം. മഞ്ജു സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ ആൾ ഇവിടെ നിൽക്കുകയാണെങ്കിലേ ഞാൻ താലി കെട്ടില്ല. അതെ, നീ ഇറങ്ങിപ്പോലെ ഈ കല്യാണം നടക്കും. പക്ഷേ ഞാൻ ഇല്ലെങ്കിൽ നടക്കില്ലല്ലോ. ഇനി എന്ത് വേണം നീ അങ്ങ് തീരുമാനിച്ചോ. ഗോപാൽജി, സാരമില്ല മോനെ. ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞാൻ വരാൻ പാടില്ലായിരുന്നു. എന്നോട് ഇവർക്കൊക്കെ ഇത്രയും ദേഷ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ കാരണം അതില്ലാതാവരുത്. ഞാൻ പോവാ.
എന്നെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, എന്റെ സമ്മാനം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇത് നിങ്ങൾക്കുള്ളതാ. എടുത്തോണ്ട് പോടോ തന്റെ സമ്മാനം. നാട്ടുകാരെ പറ്റിച്ച് താൻ ഉണ്ടാക്കുന്ന കാശിന്റെ ഹുങ്ക് വേറെ ആരെങ്കിലും കൊണ്ട് കാണിക്ക്. തന്നെ പോലുള്ള കാട്ടുകള്ളന്മാരെ ബഹുമാനിക്കേണ്ട ഗതികേടൊന്നും മാധവന്റെ മക്കൾക്കില്ല. ഇവിടെ നിന്ന് കൂടുതൽ ജാട കാണിച്ച താൻ വിവരം അറിയും. ഇറങ്ങിപ്പോടോ. മഹിമേ, വേണ്ട, ഇവള് പറഞ്ഞതാ ശരി. എടാ ഗിരി, ഇയാളെ എവിടുന്ന് വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഗോപാൽജി, ഗോപാൽജി, മഹിമ പറഞ്ഞൊന്നും ഗോപാൽജി മനസ്സിൽ വെക്കരുത്. അവള് എനിക്കറിയാം, മഞ്ജുവിന് എന്നെ കുറിച്ച് പല സംശയങ്ങളും തോന്നിക്കാണും. ഞാനാണ് അവളുടെ അച്ഛനെ കൊന്നെന്ന് ഉറപ്പുള്ളപ്പോ പിന്നെങ്ങനെയാ അവരെന്നെ ബഹുമാനിക്കുക? സത്യം പറഞ്ഞ തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. ഞാൻ ഈ കല്യാണത്തിന് വരാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഗോപാൽജിയെ ക്ഷണിക്കാത്തത്. എന്തൊക്കെ പറഞ്ഞാലും മാധവ് മരിക്കാൻ കാരണക്കാരൻ ഞാൻ തന്നെയല്ലേ. അവന്റെ മകളുടെ കല്യാണം എന്നറിഞ്ഞപ്പോ അയാളുടെ ഒരു കുറവും ഈ കല്യാണത്തിന് സംഭവിക്കാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു കുറ്റബോധം മനസ്സിൽ കടന്നു വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് വന്നേ. എനിക്കൊരിക്കലും മാധവന് പകരക്കാരനാവാൻ കഴിയില്ല എന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു. ഗോപാൽജി, സാരമില്ല മനെ, ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നാണം കെടേണ്ടി വന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഞാൻ കാരണം നീയും വീട്ടുകാരും തമ്മിൽ വഴക്കിലായി എന്നുള്ളതാ ഇപ്പൊ എന്റെ വിഷമം. മഞ്ജു ഈ അവസ്ഥയിൽ നിന്നോട് പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല. ഞാൻ വേണമെങ്കിൽ അകത്തുപോയി മഞ്ജുവിനോട് നീയല്ല എന്നെ ക്ഷണിച്ചെന്ന് പറയാം. വെറുതെ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വേണ്ട.